ഏത് ഇടത് കാറ്റിലും ഒലിയാതെ നിന്ന മലപ്പുറത്ത് ഇത്തവണ എന്ത് സംഭവിക്കും? മലപ്പുറത്തിന്റെ മനസ്സിൽ 54% മുഹമ്മദ് ബഷീർ. കഴിഞ്ഞ തവണത്തേക്കാൾ 2% അധികം വസീഫ് നേടുന്നു. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ താളം പിഴയ്ക്കുമോ? ചേലക്കരയുടെ ചേലോടെ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്കോ? ആലത്തൂരിൽ രമ്യ ഹരിദാസ് അത്ഭുതകരം, ആശ്ചര്യജനകം. അട്ടിമറിയാണത്. 3 പോയിന്റിന്റെ ഡിഫറൻസ്. മനുഷ്യൻ മൃഗങ്ങളോട് മലടിക്കുന്ന ഇടുക്കി മനസ്സ് മാറ്റുമോ? ചിന്തിക്കുന്നു. ഇടുക്കിയുടെ റിസൾട്ട് നമുക്ക് സ്ക്രീനിലേക്ക് വരികയാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ഇപ്പോഴും പിറകിലാണ്. അവിടെ ഡീൻ കുര്യാക്കോസ് 8% ഡിഫറൻസ് നിലനിർത്തുന്നു. പോരിൽ പുകഴ്പെറ്റ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയോ, തോമസ് ഐസക്കോ അതോ അനിൽ കെ ആന്റണിയോ? പോയാലോ വരട്ടെ. ആന്റോ ആന്റണി, തോമസ് ഐസക്, അനിൽ ആന്റണി, ഇവരിൽ ആർക്കാണ് മേൽക്കൈ നോക്കുമ്പോൾ ആന്റോ ആന്റണിക്ക് 37% കഴിഞ്ഞ തവണ ഒരു 2 പോയിന്റ് മാർജിനാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 4 വർദ്ധിപ്പിക്കുന്നു. അതായത് 2019 കനലൊരു തരി കെടുത്താനുള്ള ശേഷി ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനും ശോഭാ സുരേന്ദ്രനുമുണ്ടോ? ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ. കെ സി വേണുഗോപാൽ 44-38 സിറ്റിംഗ് MP AM ആരിഫിന്, ശോഭാ സുരേന്ദ്രൻ 16. എന്താണ് സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? കെ സി വേണുഗോപാൽ 3% വർദ്ധിപ്പിക്കുന്നു. കൊല്ലത്ത് ഹിറ്റായി ഓടുക പ്രേമരുവോ, മുകേഷ് യുഗമോ അതോ ലേറ്റായി വന്ന് ജി കൃഷ്ണകുമാർ ലേറ്റസ്റ്റ് ആക്കുമോ? കൊല്ലത്തെ റിസൾട്ട് 47. പ്രേമേന്ദ്രൻ തന്നെ. 47% പ്രേമേന്ദ്രൻ ഒരു 3% കുറവ്. പ്രേമേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവുണ്ട്. 6 പൂരം കഴിഞ്ഞാൽ പിന്നെ വടകരയിലെ വടക്കൻ കളരിയാണ്. വടകരയുടെ പ്രൊജക്ഷൻ. വടകരയിൽ 44% 41 ഷാഫി പറമ്പിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 6% വ്യത്യാസത്തിൽ കെ ശൈലജ മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 3% വ്യത്യാസം മാത്രമേ ഷാഫിയും കെ ശൈലജയും തമ്മിലുള്ളൂ. 7-ൽ 6 UDF മേൽക്കൈ എന്നാണ് മാതൃഭൂമി ന്യൂസ് PMark സർവേ. ഇതുവരെയുള്ള സർവേ കണക്കിൽ UDF 11, LDF 3. ഇനി വരാനുള്ളത് തൃശൂരടക്കം തീപാറുന്ന 6 മണ്ഡലങ്ങൾ. പറയാം: മലപ്പുറം UDF, ആലത്തൂർ UDF, ഇടുക്കി UDF, പത്തനംതിട്ട UDF, ആലപ്പുഴ UDF, കൊല്ലം UDF, വടകര LDF. ഇതാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.